ഇന്നത്തെ വീഡിയോയിൽ ചിയ സീഡ് കൊണ്ടുള്ള സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിവിധതരം റെസിപ്പികളാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ഭക്ഷണവും നമുക്ക് ദിവസം മുഴുവനും ഊർജ്ജവും പ്രസരിപ്പും നൽകേണ്ടതായിരിക്കണം. ഇത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. പെട്ടെന്ന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയെടുക്കാം. അതേ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണിത്. ഇതിനായിട്ട് തലേദിവസം തന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് പാലിനകത്ത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പകരം നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. പിന്നെ ചിയ സീഡ് 1 ടേബിൾ സ്പൂണ് 100 ml വെള്ളത്തിലും സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് ഫ്രൂട്ട്സുകളാണ്. അത് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചും സീസണൽ ആയിട്ടുള്ളതും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. അതായത് പഴം നമുക്ക് ഏത് സീസണിലും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആപ്പിൾ ചേർക്കാം, പൈനാപ്പിൾ ചേർക്കാം, അതുപോലെ പപ്പായയും വളരെ നല്ലതാണ്. ഇനി നൈറ്റ് ഓവർ സോക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും രാവിലെ ആയിട്ട് തിളച്ച പാലിനകത്തോട്ട് ഓട്സ് ഇട്ടാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിയ സീഡ് 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സോക്ക് ചെയ്ത് വീർത്ത് വരുന്നതാണ്. എങ്കിലും നൈറ്റ് ഓവർ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ചിയ സീഡ് നമുക്ക് ആവശ്യത്തിനുള്ളതും അതുപോലെ തന്നെ ഓട്സും എടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ യോഗർട്ട് ചേർക്കാം, അല്ലെങ്കിൽ മിൽക്ക് ചേർക്കാം. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരത്തക്ക രീതിയിൽ ചേർത്താൽ മതി. ഫ്രൂട്ട്സ് മെയിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ആപ്രിക്കോട്ടാണ്. അതുപോലെ തന്നെ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് മധുരം കൂട്ടാനായിട്ട് ആപ്രിക്കോട്ടിൻ്റെ ജാം കൂടെ ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ചിയ സീഡിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ഡോസേജിൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് കാണാത്തവരാണെ ഒന്ന് കാണണം കേട്ടോ. ഇതിനെ കുറച്ചുകൂടി ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട്, അതായത് വാൾനട്ട്, കാഷ്യൂനട്ട്, പിന്നെ ആൽമണ്ട്, ഇതെല്ലാം ക്രഷ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ, കുക്ക് ചെയ്യേണ്ട ഒന്നും വേണ്ട. ആദ്യം ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നവർ ഇത് കഴിക്കുമ്പോൾ പേടിയൊന്നും വേണ്ട. ഇത് വിശക്കത്തേ ഇല്ല. വയറെപ്പോഴും നമുക്കൊരു ഫില്ലായിട്ട് തന്നെ ഇരിക്കും. ചിയ സീഡ് വളരെ സ്ലോലി ആയിട്ട് ഡൈജസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ആ പേടി വേണ്ട. അപ്പം സമയമില്ലെന്നും പറഞ്ഞ് ആരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ഇത് ശരിക്കും ഒരു പവർ ഹൗസ് ആണ്. അപ്പോൾ ഇത് കഴിച്ച് ബോഡിയെ മുഴുവൻ ഒന്ന് റീചാർജ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അതായത് ഞാനിവിടെ ഒരു പിടി ആൽമണ്ടും ഒരു പിടി ഡേറ്റ്സും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അഥവാ ഇനി മറന്നുപോയെങ്കിൽ പിറ്റേ ദിവസം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി, പെട്ടെന്നായിക്കോളും. ആൽമണ്ടിൻ്റെ മിൽക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ അതിനകത്ത് എത്രമാത്രം ആൽമണ്ട് അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആ ലേബലൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത് കണ്ടറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടാൻ പോണത്. പ്യുവറായിട്ടുള്ള ആൽമണ്ടിൻ്റെ മിൽക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഗുണങ്ങളൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഫാറ്റ്ലെസ് മിൽക്ക് കൂടെ ചേർത്ത് ഒന്ന് മിക്സിക്കകത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ല ഒറിജിനൽ ആയിട്ടുള്ള ആൽമണ്ടിൻ്റെ മിൽക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും വാൾനട്ടും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡേറ്റ്സിൻ്റെ കൂട്ടത്തിൽ അതിനെ കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ഇപ്പം നമ്മൾ ആൽമണ്ടിൻ്റെ മിൽക്ക് ഒരിടത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ്സിൻ്റെ എല്ലാം കൂടെ സിറപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രത്തോടു കൂടി നമ്മുടെ പ്രിപ്പറേഷൻ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറായ കുതിർത്ത് വെച്ച ചിയ സീഡിനെ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക ആദ്യം. അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം കൂടെ ക്രീം ഉണ്ടാക്കി വെച്ചേക്കുന്നത് 3-4 ടേബിൾ സ്പൂൺ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുക. അതവിടെ ഇരിക്കട്ടെ. വേറൊരു കാര്യം പറയാം. ഒട്ടും സമയമില്ലെങ്കിൽ നമ്മുടെ കെഫീർ അല്ലെങ്കിൽ യോഗർട്ട് ഇതിലേതെങ്കിലും ഒന്നെടുത്തിട്ട് അതിൻ്റെ കണ്ടെയ്നറിനകത്തോട്ട് നമ്മുടെ ചിയ സീഡ് ഒരു 2 ടീസ്പൂൺ ഇട്ട് ഓവർനൈറ്റ് വെക്കുക. പിറ്റേ ദിവസം രാവിലെ കഴിക്കുക. ഈസിയാണിത്. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റിച്ച് ആക്കുന്നതിന്, അതായത് ഒന്നെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മേപ്പിൾ സിറപ്പ് ചേർക്കാം. എന്നാണേലും കുറച്ച് ചേർത്താൽ മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡേറ്റ്സിൻ്റെ അകത്ത് ചേർത്ത കാരണം ഓൾറെഡി ഇതിന് ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ഇനി ഇവ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഹണി ചേർക്കാം, അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. അത് തന്നെയല്ല, ഇതൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ ചേർക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാൻ പല ഓപ്ഷൻസ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ റെസിപ്പി ചേർത്ത പോലെ തന്നെ ഫ്രൂട്ട്സ് ചേർക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് കിവിയാണ്. ഇത് നിങ്ങൾ കണ്ടേക്കുന്ന പച്ച കളറുള്ള കിവിയല്ല, ഇത് യെല്ലോ കളറിലാണുള്ളത്.
അപ്പം ഇതിനെ ഞാനിപ്പം കണ്ടിച്ച് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് സ്ട്രോബെറി മെയിനായിട്ട് തന്നെ നിപ്പുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ അടിപൊളിയല്ലേ? ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഇവിടെ 3 സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ട്. ഇനി നിങ്ങളുടെ ഒഴിവാണ്, സെലക്ട് ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്